നമസ്കാരം. ഇന്നത്തെ സിനിമയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ഷോൺ റോമി എന്ന നായികയാണ്. കമ്മട്ടിപ്പാടം എന്ന ദുൽഖർ ചിത്രത്തിലെ നായികയാണ് ഷോണെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. ഷോൺ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ രാജീവ് പോലെ പ്രശസ്തനായ സംവിധായകൻ്റെ കീഴിൽ ദുൽഖറിനെ പോലെ അതുല്യനായ നടൻ്റെ നായികയാണ് ഷോൺ. കമ്മട്ടിപ്പാടം പുതിയ ചിത്രം തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. എന്താണ് കമ്മട്ടിപ്പാട്ടിലെ കഥാപാത്രം ഷോൺ? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അനിത എന്നാണ്. അപ്പം ഈ അനിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കമ്മട്ടിപ്പാടത്തിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പം എൻ്റെ ക്യാരക്ടർ ഒരു 5 വയസ്സ് തൊട്ടേ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 20 years ഓൺവേർഡ്സ് ആണ്. 20 to up to ഒരു 37 വരെ ഞാൻ ചെയ്യുന്നു. അപ്പം എനിക്ക് രണ്ട് ട്രാൻസ്ഫർമേഷൻസ് ആണ്. അപ്പം ഒരു 20 years നിന്ന് ഒരു 25 yearsലേക്ക് അതൊരു ചെറിയ ട്രാൻസ്ഫർമേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 37 years കുറച്ചൊരു ഓൾഡ് ഡിപ്രസ്ഡ് വുമൺ ആയി മാറും. ഈ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ, അതുപോലെ ഒട്ടനവധി എന്താ പറയുക വൈകാരിക മുഹൂർത്തങ്ങളുള്ള, ഒരുപാട് സ്ട്രെസ് ചെയ്ത് അഭിനയത്തിൽ കൊടുക്കാൻ പറ്റിയ മുഹൂർത്തങ്ങളടങ്ങിയ വേഷമാണ് ആദ്യ ചിത്രത്തിൽ ഷോണിക്ക് ലഭിച്ചത്. എത്ര മാത്രം എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയോ അത്തരം രംഗങ്ങൾ ചെയ്യാൻ? പ്രത്യേകിച്ച് വിനായകനോടുള്ള എതിർപ്പും ദുൽഖറിനോടുള്ള സ്നേഹവും ഒക്കെ ചിത്രത്തിൽ നിഴലിച്ച് കാണുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ വ്യതിയാനങ്ങളെന്ന് പറയാം. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് എൻ്റെ ഓൾഡ് ആയി കഴിയുന്ന പോർഷനാണ്. അപ്പം അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വിനായകൻ ചേട്ടൻ്റെ കൂടെയാണ്. അപ്പം വിനായകൻ ചേട്ടൻ ആക്ച്വലി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഈ ക്യാരക്ടറുടെ ആ ഒരു ഡെപ്ത് ഒക്കെ പറഞ്ഞു തന്നു. അപ്പം അപ്പോഴേ നമ്മൾ ആ ഒരു സ്പേസിലോട്ട് ചെല്ലും. അതെ, അപ്പം അത് പുള്ളി വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീലിങ്ങിലോട്ടൊക്കെ വന്നു. അപ്പം ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഈസി ബിക്കോസ് ഞാൻ ആ ഒരു ഇതിലോട്ട് അങ്ങ് കടന്നുപോയി. സോ അത് പറയുമ്പോൾ തന്നെ സെന്റിമെന്റ്സ് അത്തരം മുഹൂർത്തങ്ങൾ. പിന്നെ ദുൽഖറിനെ പോലൊരു അതുല്യ നടൻ്റെ നായിക സ്പേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ പറയുക, നല്ല 2-3 മുഹൂർത്തങ്ങളുണ്ട് ദുൽഖറുമായിട്ടൊപ്പമുള്ള. ബാല്യകാലം ഷോട്ട് കാണിക്കുന്ന വേറൊരു കുട്ടിയാണെങ്കിൽ പോലും പല ഒരു ആ ക്യാരക്ടറിൻ്റെ ഒരു മധ്യവർത്തി സ്വഭാവവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ദുൽഖർ എത്രമാത്രം എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നു അഭിനയത്തിൽ? ഷോണൊരു പുതുമുഖമാണ്, അതുകൊണ്ട്. ദുൽഖർ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവ് ഒരു ആക്ടറാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഹി വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു റിഹേഴ്സ് വിത്ത് അസ്. അത്രയും ഒരു സപ്പോർട്ടീവ് ആക്ടറാണ്. പിന്നെ ഓൾസോ ഈ ഡയലോഗ് പറയുന്ന മുമ്പ് ഹി ഓൾവേസ് ടോൾഡ് മീ ലൈക്ക് ജസ്റ്റ് ഈ ക്യാരക്ടർ ഓൾറെഡി ഈ സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ ആക്ഷൻ പറയുമ്പോൾ തന്നെ ദർ ഇസ് നോ നീഡ് ടു ജസ്റ്റ് സ്റ്റാർട്ട് ബിക്കോസ് ജസ്റ്റ് ബി റിലാക്സ്ഡ് അങ്ങനെ. സോ ഈസ് വെരി ഹെൽപ്ഫുൾ. രാജീവിനെപ്പോലുള്ള സംവിധായകൻ്റെ കീഴിൽ അന്യൻ റസൂലും ഒക്കെ ചെയ്ത് ഹിറ്റാക്കി തീർത്ത ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ അതിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. പക്ഷെ എപ്പോഴും രാജീവേട്ടൻ എന്ന് പറയും ലൈക്ക് ഇപ്പൊ ഇവിടെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും ബിക്കോസ് എവ്രി വൺ ഇസ് വെയിറ്റിംഗ് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ. അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഹി ഓൾവേസ് ടോൾഡ് മീ ലൈക്ക് ബി present, be in that moment and enjoy that moment. About be as real as possible. So I found that to be one of the best advice ever. ഈ കമ്മട്ടിപ്പാടം എന്ന മൂവിയിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയായിരുന്നു ഷോണെ നായികയായിട്ട് സെലക്ട് ചെയ്തത്? ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട് ഫേസ്ബുക്ക് വഴി പറഞ്ഞു ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓഡിഷൻ ഉണ്ട്, അപ്പം ഫോട്ടോസൊക്കെ ഗീതു ചേച്ചിക്ക് അയച്ചു കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടൊരു ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. ക്യാമ്പോ വെള്ളം അഭിനയത്തിൻ്റെ കാര്യം തിയേറ്റർ ആർട്ടിസ്റ്റ് ആണല്ലോ ഒട്ടനവധി ഇതിൻ്റെ പിന്നിൽ അണിയറയിൽ അല്ലെങ്കിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് കമ്മട്ടിപ്പാടത്തിലാണ്. അതെ അതെ. അപ്പോൾ അവരുടെ കൂടെ പെർഫോമൻസ് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഇവരൊക്കെ ഓൾ വെരി വണ്ടർഫുൾ ആൻഡ് ബ്രില്യൻറ്റ് ആക്ടേഴ്സ്. ഐ എം സറൗണ്ടഡ് ബൈ ഓൾ ഓഫ് ദം. സോ ഇറ്റ്സ് ലൈക്ക് ഒരു മോട്ടിവേഷനാണ്. അപ്പം അവരുടെ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യണം, ലൈക്ക് ആസ് ഗുഡ് ആസ് എവ്രിബഡി എൽസ്. അപ്പം എവ്രിബഡി ഈസ് ലൈക്ക് സോ സപ്പോർട്ടീവ്. എല്ലാവരും വന്ന് പറഞ്ഞു തരും. ലൈക്ക് ഈ എന്താ കുറേ ആക്ടിങ് ടിപ്സ് എല്ലാവരും വന്ന് പറഞ്ഞു തരും. അപ്പം ഡബ് ചെയ്യാൻ പറ്റിയോ ക്യാരക്ടർ? ഇല്ലില്ല, ഞാനല്ല ഡബ് ചെയ്തിരിക്കുന്നത്, ശ്രുതിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഐ ഫീൽ ദാറ്റ് ആ ക്യാരക്ടർ കുറച്ചും കൂടെ ഒരു ഒത്തൻറ്റിക് ആയി
ബിക്കോസ് ആ കറക്റ്റ് ആ സ്ലാങ് ഉണ്ട്, കൊച്ചി കൊച്ചി സ്ലാങ്. ഐ തിങ്ക് ഷീ ഹാസ് അപ്ലിഫ്റ്റഡ് മൈ ക്യാരക്ടർ. അതിന്റെ കൊച്ചി സ്ലാങ് ചെയ്യാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ കൊച്ചി? ഷോൺ ബ്രോണാംബോട്ടം ഇവിടെ തന്നെയല്ലേ? ഇല്ലില്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം കൊച്ചി സ്ലാങ് സംസാരിച്ചിട്ട് ഐ തിങ്ക് കുഴപ്പമില്ല. എന്നാലും ശ്രദ്ധ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പട്ടിപ്പാട് വന്ന വലിയ ക്യാൻവാസിലുള്ള മൂവി സുഹൃത്തുക്കളോടൊപ്പം കാണുവാൻ പറ്റി അല്ലേ? റിലീസായി കണ്ടു. അത് എന്താണ് അവരുടെ ഒപ്പീനിയൻ ഷോന്റെ അഭിനയത്തെ കുറിച്ചും ക്യാരക്ടറെ കുറിച്ചും ഒക്കെ? എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് ദേ ലവ്ഡ് ഈ അനിത ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഓൾസോ ദേ ലൈക്ക് ദ സീൻ. ഞാൻ കുറച്ച് ഓൾഡായി കഴിഞ്ഞിട്ട് ഞാനും ദുൽഖറോട് കൂടെയുള്ള ഒരു സീനുണ്ട്, അപ്പോൾ അവർക്ക് അത് ആ സീൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുറച്ച് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഐ എം റിയലി ഹാപ്പി. എവിടെയും വർക്ക് ചെയ്യുന്നോ? ഞാൻ എനിക്കൊരു വർക്ക് ലൈക്ക് എ പാർട്ട് ടൈം ജോബുണ്ട്. ഇനി അടുത്ത ചിത്രത്തിലേക്കുള്ള എൻട്രി ഉടനെ ഉണ്ടാവുമോ, അതോ കഥാപാത്രങ്ങൾ നോക്കിയാണോ സെലക്ട് ചെയ്യുന്നത് കമ്പട്ടിപ്പാടത്തിന് ശേഷം? സോ എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടി. അപ്പം ഇനിയും ചെയ്യുമ്പം ഇത്രയും നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കി ഡെഫിനറ്റ്ലി അങ്ങനെ നോക്കി ചെയ്തത്. ഏതായാലും ഷോൺ റോമി എന്ന കമ്മട്ടിപ്പാടം നായികയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചിത്രം ഒരു ഹിറ്റായി തട്ടെ. ഒപ്പം തന്നെ കമ്മട്ടിപ്പാടത്തിലെ ഷോന്റെ കഥാപാത്രവും ഇന്ന് സിനിമയ്ക്ക് വേണ്ടി ഇത്ര നേരം സംസാരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഈ കമ്മട്ടിപ്പാടം എന്ന ഫിലിം കണ്ടിരിക്കണം. ബിക്കോസ് ഇതിലത്രയും നല്ല പെർഫോമൻസസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു 70 years സ്പാനിങ് ഉള്ളൊരു ഫിലിമാണ്. അപ്പം എവ്രി വൺ ക്യാൻ ആക്ച്വലി കണക്ട് ടു ദിസ് മൂവി. അപ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച്. ഇന്നത്തെ സിനിമയിൽ മറ്റൊരു താരം കൂടിയുണ്ട്, അമൽഡ. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരിക്കുകയാണ് അമൽഡ കമ്മട്ടിപ്പാടം തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ഒരു വൻ ബാനർ, രാജീവ് രവി പോലുള്ള പ്രശസ്തനായ സംവിധായകൻ ദുൽഖറിനോടൊപ്പം, വിനായകനോടൊപ്പം, ഒപ്പം തന്നെ മണികണ്ഠൻ എന്ന ആർട്ടിസ്റ്റ്, പുതിയ ആർട്ടിസ്റ്റിനോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് ചെയ്യാൻ പറ്റി. എത്തരത്തിൽ കാണുന്നു അമൽഡയുടെ റോസമ്മ എന്ന കഥാപാത്രത്തെ? റോസമ്മ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര ലൈഫിൽ പല പല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്ന ഒരു ക്യാരക്ടർ. അപ്പം അധികം സ്ക്രീൻ ടൈം ഇല്ലെങ്കിലും 90s ഫസ്റ്റ് ഉണ്ട്, ലേറ്റ് 90s ഉണ്ട്, 2000 ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സീനിലും കാണിക്കുമ്പോഴും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയ ഒരു റോസമ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ചേഞ്ചസിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ശരിക്കും റോസമ്മയുടെ സ്വഭാവം എടുക്കുകയാണെങ്കിൽ ആദ്യ ചിത്രത്തിൽ തന്നെ, അമൽഡയുടെ ആദ്യ ചിത്രം ഫസ്റ്റ് ചിത്രത്തിൽ തന്നെ ഇത്ര ഒരു രണ്ട് മുഖങ്ങൾ എന്ന് വെച്ചാൽ, ആദ്യം ഒരു യൗവനം കാണിക്കുമ്പോഴും വലിയ സീരിയസ് ആണ് ആള്, തമാശയൊന്നുമില്ല, അങ്ങനെ ഒരു റൊമാൻസ് അതിലൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ ഒരു അറൗണ്ട് ഒരു 35-40 ഏജ് അല്ലേ, ഒരു മധ്യവയസ്ക പ്രായം, 45 ഉണ്ട്. അപ്പോൾ അത്തരം ക്യാരക്ടർ കാണിക്കുമ്പോൾ ഒരു വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശക്തമായ ഒരു നമ്മുടെ എന്താ പറയുക, പഴയ കാലത്ത് ഗീതയും അവരൊക്കെ രേഖയൊക്കെ ചെയ്ത ഒരേപോലെ ശക്തമായ ഒരു കഥാപാത്രമാണ് സെക്കൻഡ് സ്റ്റേജിൽ ലഭിച്ചിരിക്കുന്നത്. അത്രത്തെ ഒരു ഹെവി കഥാപാത്രം ചെയ്തപ്പോഴുള്ള ഫീലിംഗ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളെ ഒരു സിനിമയ്ക്ക് രാജീവ് രവി കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ സിനിമയുടെ ഒരു റെഫറൻസിന് വേണ്ടി കോളനികളിലൊക്കെ എങ്ങനെയാണ് ഇവർ എന്നറിയാൻ വേണ്ടി പോയപ്പം അവിടെയുള്ളവർ ആരൊക്കെയോ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്തിനാണ് ഇത് കഷ്ടപ്പെടുന്നത്, രാജീവ് രവി അഭിനയിപ്പിച്ചോളൂല്ലോ എന്ന്. ആ രീതിയിലാണ് ആൾക്കാർ വരെ ഇതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് വളരെ സിമ്പിളാണ്. രാജീവ് രവിക്ക് ഒരു വിഷൻ ഉണ്ട്, പുള്ളിക്കാരെ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മളതിനകത്ത് വലിയ മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. അല്ല, നമ്മളെ സംബന്ധിച്ച് തിയേറ്റർ ആർട്ടിസ്റ്റാണ്, ആങ്കർ ആയിരുന്നു ചാനലിൽ. സിനിമയിലേക്ക് വന്നപ്പോൾ ഇതൊന്നുമല്ല സിനിമ. രാജീവ് രവി എന്ന സംവിധായകൻ ഒട്ടനവധി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് കാഴ്ചവെച്ചു. കുറച്ച് ചിത്രങ്ങളെ ഛായാഗ്രഹണം ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, സംവിധാനം ചെയ്ത ചിത്രം അന്യ റസൂലും പോലുള്ള എല്ലാം ചിത്രങ്ങളേ ഉള്ളൂ. ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കുമ്പോൾ നാടകത്തിൽ നിന്നും തിയേറ്റർ എക്സ്പീരിയൻസ് പാടെ മാറ്റിവെച്ചുകൊണ്ടുള്ള അഭിനയമാണ് സിനിമയിൽ. എത്രത്തോളം അതിനകത്ത് ബുദ്ധിമുട്ടായോ അതോ എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത്? എന്താ പറയുക, ഈ സിനിമയിൽ അഭിനയിക്കുന്നത് നമുക്ക് ക്ലാരിറ്റി ഇല്ല മിക്ക സമയത്തും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജീവ് രവി ഒരു സീൻ എടുക്കുവാണെങ്കിൽ ആ സീൻ നമുക്ക് വിട്ടു തന്നേക്കുക, നമ്മളാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കറക്ഷൻസ് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഫ്രീഡം ആക്ടേഴ്സിനുണ്ട്. അത് കൂടാതെ 5 പേരൊരു സീനിലുള്ളതാണെങ്കിൽ 5 പേരെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോയി 5 പേർക്ക് 5 ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും.
ഇത് 5ഉം കൂടെ ഒരു സീനി വരുമ്പോൾ അത് വർക്കാവും. അല്ലാതെ എല്ലാവരോടും കൂടെ ഒരു സാധനം പറയുന്നില്ല. അപ്പം അറിയാം എങ്ങനെ ഇതിനെ വർക്കാക്കി എടുക്കണം എന്നുള്ളത്. അമലിൻ്റെ പേരായിട്ട് വന്ന മണികണ്ഠൻ എന്ന പുതുമുഖ നടനാണ്. തിയേറ്ററിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹവുമായിട്ടുള്ള അഭിനയിച്ചതിനെ കുറിച്ച് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ ഫുൾ എനർജിയാണ്. ഏത് സമയത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും മണികണ്ഠൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ഭയങ്കര എനർജിയാണ്. ആഹാ ഇത്രയും മണികണ്ഠൻ ചെയ്തെങ്കിൽ നമ്മളും അതിന് ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ളത്. ഭയങ്കര കോപ്പറേറ്റീവാണ് മണികണ്ഠൻ്റെ. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ ചില സമയത്ത് സീനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിയായോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തന്നെ ഒരു നമ്മൾ തമ്മിൽ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു സീക്വൻസിൽ തന്നെ ദുൽഖറും വിനായകനോടൊപ്പം തന്നെ ഒരു യാത്ര ചെയ്യുന്നു. സസ്പെൻസ് ആണെങ്കിൽ പോലും യാത്രയിലാണ് സംഭവിച്ചുകൂടാത്തൊരു സംഭവിക്കുന്നത് മണികണ്ഠൻ. പക്ഷേ ഈ 3 ആർട്ടിസ്റ്റിനോടൊപ്പം യാത്ര ചെയ്യുന്നു. അതിൻ്റെ തുടക്ക സീൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ റോസമ്മ അവരെ വിളിക്കുന്നു. എൻ്റെ പെണ്ണുങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്താ കാര്യം പറയുന്നില്ല, പോകുന്നുണ്ട്, യാത്രയിൽ സംഭവിക്കുന്നുണ്ട്. അത്തരം സീനുകൾ ചെയ്യുമ്പോൾ യാത്രയിൽ നിങ്ങൾ 3 പ്രഗത്ഭരായ വിനായകനും അതുപോലുള്ള ദുൽഖറിനോടൊപ്പമാണ്. ആ ഒരു സീക്വൻസിനെ കുറിച്ച് രീതിയിൽ ആ സീൻ ചിത്രീകരിച്ചു. അതായത് അതിനകത്ത് ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് എല്ലാ ക്യാമറയും സെറ്റ് ചെയ്ത് നമ്മൾ 4 പേരും ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പം വേറെ ആരുമില്ല. ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശരിയായില്ലെന്ന് തോന്നി നമ്മൾ തന്നെ നമ്മൾ തന്നെ വീണ്ടും റീടേക്ക് എടുക്കും. അപ്പോൾ വണ്ടിയായിട്ട് കുറേ പോയി കുറച്ച് തിരിച്ചത് 3 ടേക്കൊക്കെ വന്നപ്പോൾ രാജീവ് പറഞ്ഞു അത്രയൊന്നും വേണ്ട, 2 ടേക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് കംപ്ലീറ്റ് സാധനത്തിൽ അതായത് അതിനകത്ത് എന്താണോ പറയേണ്ട ചെറിയ കീ പോയിന്റ്സ് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആ സമയത്ത് അവിടെ വന്നാണ്. അവർ തമ്മിലുണ്ടാകുന്ന ഫൈറ്റും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വരണം, അതായത് ഒരു ഫൈറ്റ് ഇവിടെ ഉണ്ടാവും എന്ന് അറിയാമെങ്കിലും ബാക്കിയുള്ള ഡയലോഗ്സും കാര്യങ്ങളും അതിനകത്തൊരു പാട്ടൊക്കെ പാടുന്നതാണ് മണികണ്ഠൻ. അതൊക്കെ അപ്പം ചെയ്യുന്നതാണ്. എല്ലാം സ്പോണ്ടേനിയസ് ആക്ടിങ് ആണ്. അപ്പോഴും റോസമ്മയുടെ മുഖത്ത് ഒരു സീരിയസ് ഭാവമാണ്. അതെ, സീരിയസ് ആണ്. അത് ക്യാമറാമാൻ മധുനീലകണ്ഠനും രാജീവ് രവി എന്താണ് ആ ഭാവത്തെ കുറിച്ച് പറഞ്ഞു? അങ്ങനെ തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ മുമ്പ് തന്നെ രാജീവ് രവി കഥാപാത്രത്തെ കുറിച്ച് ഒരു അതായത് ഇവരുടെ കംപ്ലീറ്റ് ലൈഫ് എനിക്ക് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ സിനിമയെ കാണിക്കുന്നില്ല. പക്ഷെ എനിക്കറിയാം അവരുടെ ഒരു കംപ്ലീറ്റ് ലൈഫ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ നമുക്കറിയാം ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. അമലുടെ ചിത്രം തിയേറ്ററിൽ പോയി കണ്ടല്ലോ, എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളുടെയും അതുപോലെ ഇപ്പം നാടകം ചെയ്യുന്നവരുടെയൊക്കെ പ്രതികരണം? എല്ലാവരും വളരെ അത് ഒന്നാമത് ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ചെറിയ പോർഷൻസ് ഡബ് ചെയ്യാനൊക്കെ ഡബ് ചെയ്തു. അപ്പൊ ചെറിയ സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ശരിക്കും ഞെട്ടി ഈ സിനിമ കണ്ട്. ഇത്രയും മനോഹരമായൊരു സിനിമയാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ അത് നമ്മൾ പ്രതീക്ഷിച്ചതിനും മുകളിൽ പോയ ഒരു സിനിമയായിരുന്നു. അപ്പോൾ മിക്ക സമയത്ത് എൻ്റെ കൂടെ വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇനിയൊന്നും കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞു. അത്ര ഇമോഷണലായിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. ബാക്കി എനിക്കറിയില്ല, എല്ലാവരും വളരെ നന്നായി പറയുന്നു. അല്ല, റോസമ്മയുടെ ആദ്യത്തെ ഒരു സീൻ തന്നെ മതി പ്രേക്ഷകർക്ക് ആളെന്താണെന്ന് കിട്ടാൻ. കാര്യം അമ്മായിയമ്മ ചോദിക്കുന്നു എൻ്റെ മോളെ വശീകരിച്ചു വന്നു എന്ന് പറയുമ്പോൾ തട്ടിയിട്ട് പോകുന്നു. തിയേറ്ററിൽ ശരിക്കും ഒരു ക്ലാപ്പ് ഉണ്ടായൊരു. അതെ, അത് ഭയങ്കര അനുഭവമാണ്. എല്ലാരും വിചാരിക്കും കരഞ്ഞിരിക്കുന്ന ഒരു മരുമോളായിരിക്കും. പക്ഷെ അത് പാടെ മാറ്റി. അതൊരൊന്നും മിണ്ടുന്നില്ലേ, ഇനിയിപ്പോ എന്താ മിണ്ടുന്നില്ല. അപ്പോൾ ഇനിയുള്ള ചിത്രങ്ങൾ ഈ കമ്മട്ടിപ്പാടത്തിന് ശേഷം അടുത്ത ചിത്രം ഏതായിരിക്കും? ഇപ്പൊ പറയുന്നത് ആന്റണി സോണിയുടെ ഒരു ചിത്രമാണ്. അത് മിക്കവാറും നെക്സ്റ്റ് മന്ത് തുടങ്ങാനുള്ള ഇതിലാണ്. ഓക്കെ, അതാണ് പുതിയ ചിത്രം. ഒപ്പം തന്നെ നാടക പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതിന് മാത്രം ഒരു നാടക നടിയൊന്നുമല്ല, പക്ഷേ ലാബിന്റെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. ഓക്കെ, അമൽഡ എന്ന നടിക്ക് എല്ലാവിധ ഭാവങ്ങളും. ഒപ്പം തന്നെ കൺമുട്ടിപ്പാടം എന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. ഈ കഥാപാത്രവും റോസമ്മ എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സിനിമയിൽ വന്ന് പങ്കുകൊണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ ചാനൽ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കമ്മട്ടിപ്പാടം ഒരു ഗംഭീര സിനിമയാണ്. അതായത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന, എനിക്കൊന്ന് മലയാളത്തിലെ ഇനി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അതിൽ പെടാവുന്ന ഒരു മനോഹരമായ ചിത്രമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണണം. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു രീതിയിലും വിഷമിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഒരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കമ്മട്ടിപ്പാടം. ഓരോ ആഴ്ചയും റിലീസാകുന്ന പുതിയ ചിത്രങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി എത്തിയ ഇന്നത്തെ സിനിമ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ ചലച്ചിത്രങ്ങളുടെ വിശേഷങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി കാണും വരെ നന്ദി, നമസ്കാരം.